വെൽക്കം. തഹ്മനാണ്. റെസ്പിറേറ്ററി പാത്തോളജി സീരീസിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുക. സോ COPDs എന്ന് നമ്മൾ പറയും. സോ COPD ആസ് പെർ WHO പറയുന്നത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ലങ് ഡിസീസാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ ടു തിങ്സ്. വൺ ഈസ് എയർ ഫ്ലോ ലിമിറ്റേഷൻ ആണ്. എയർ ഫ്ലോ ശരിയായിട്ട് നടക്കുന്നില്ല. അതുമൂലം ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഓർ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ട്. സോ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ these are due to lung damage. One reason is lung damage ആണ്, and second reason is phlegm buildup or sputum buildup ആണ് പ്രശ്നം. ആൻഡ് സാധാരണ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസിനെ നമ്മൾ ക്രോണിക് ആണെങ്കിൽ, ദീർഘനാളായിട്ടുള്ളതാണെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസ് എന്ന് പറയും. സോ ഇതിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു രോഗം ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആണ്. രണ്ടാമത്തത് എംഫസീമ. സാധാരണ COPDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ടോക്കിംഗ് അബൌട്ട് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആൻഡ് എംഫസീമയാണ്. ഇത് അല്ലാതെയും COPDs ഉണ്ട്. ബ്രോങ്കിയൽ ആസ്തമ ഇസ് എ COPD ആണ്. ബ്രോങ്കിക്സ്റ്റാസിസ് എന്ന് പറയുന്നത് ഒരു COPD രോഗമാണ്. ദെൻ ഒരെണ്ണം കൂടി പറയാം, ബ്രോങ്കിയോലിറ്റിസ് എന്ന് പറയുന്നത് സ്മോൾ എയർവേ ഡിസീസ്, അതും ഒരു COPD രോഗം തന്നെയാണ്. സോ എയർവേ ലിമിറ്റേഷൻസ് മൂലം ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് COPDയുടെ അണ്ടറിൽ വരിക. സോ ഇത് ലങ് ഡാമേജ് മൂലമാകാം, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഫ്ലഗം ഓർ സ്പ്യൂട്ടം ബിൽഡപ്പ് മൂലമാകാം. സോ പാത്തോളജിക്കലി സ്പീക്കിംഗ് COPDs ആർ clinical terms for a group of pathological condition. വിവിധ തരം pathological conditionsനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ഒറ്റ രോഗമല്ല, വിവിധ തരം രോഗങ്ങളുണ്ട്. ഇൻ വിച്ച് എന്താണ് പ്രശ്നം? ഇൻ വിച്ച് there is chronic ആയിട്ടുള്ള partial or complete obstruction to airflowക്ക് obstruction ഉണ്ട് at any level of the tracheobronchial treeയുടെ വിവിധ ലെവൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രക്കിയലാകാം, അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ബ്രോങ്കിയോൾസ് ടു ആൽവിയോളൈ, ഇവിടെ വരെയുള്ള ഏത് ലെവലിൽ വരെയും ആകാം. അതിനാണ് നമ്മൾ COPD. സോ അതുമൂലം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ that causes functional disability of ലങ്സിന്റെ വർക്ക് ശരിയായിട്ട് നടക്കുന്നില്ല. സോ എങ്കിലും നമ്മൾ പറഞ്ഞു ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫസീമയാണ് നമ്മൾ COPDയുടെ അണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രോങ്കിയൽ ആസ്മ സെപ്പറേറ്റ് ആണ്. ബ്രോങ്കിയൽ ആസ്മ നമ്മൾ സെപ്പറേറ്റ് പറയാൻ കാരണം ദിസ് എ റിവേഴ്സിബിൾ ഒബ്സ്ട്രക്ഷൻ ആണ്. റിവേഴ്സിബിൾ ആണെങ്കിൽ ഇത്, പക്ഷേ ഇത് രണ്ടും ദീസ് ആർ ഇറിവേഴ്സിബിൾ പ്രശ്നങ്ങളാണ്. ആൻഡ് ഇതിലെല്ലാത്തിലും പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ വിത്ത് ദ എക്സ്പിറേഷൻ, ശ്വാസം പുറത്തേക്ക് വിടുന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെയാണ് തടസ്സങ്ങളൊക്കെ, ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും. ആൻഡ് നമ്മൾ ഈ പറയുന്ന രണ്ട് രോഗങ്ങളിലും എയർ ഫ്ലോ ലിമിറ്റേഷൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എയർ ഫ്ലോ അല്ലെങ്കിൽ ആൽവിയോളാർ അബ്നോർമാലിറ്റി ഉണ്ടാക്കുന്നത് ബിക്കോസ് ഓഫ് എക്സ്പോഷർ ഓഫ് നോക്ഷ്യസ് പാർട്ടിക്കിൾസ് ഓർ ഗ്യാസസ് മൂലമാണ്. സോ നോക്ഷ്യസ് ഗ്യാസസ് ഓർ പാർട്ടിക്കിൾസ് മൂലമാണ് നമ്മൾ ഈ പറയുന്ന രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്മോക്കിംഗ് ആണ്. പുകവലിയാണ് കാരണം. ഹെവി ഓർ ക്രോണിക് സ്മോക്കേഴ്സിലാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത്. ആൻഡ് ചില കേസിൽ എംഫസീമ അല്ലാതെയും ഉണ്ടാകാം. അത് ചില ജനറ്റിക്കൽ തകരാറുകൾ മൂലമാണ് നമുക്ക് പറയാം. അല്ലാതെ സ്ട്രോങ് അസോസിയേഷൻ 35 to 50% ഹാസ് സ്ട്രോങ് അസോസിയേഷൻ വിത്ത് സ്മോക്കിംഗ്. അപ്പോൾ നമുക്ക് ലങ്സിൽ ഇത് എവിടെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് പേരിൽ തന്നെ ഉണ്ട്. ബ്രോങ്കൈലാണ് പ്രധാനം. സോ അറ്റ് ദ ലെവൽ ഓഫ് ബ്രോങ്കൈ അല്ലെങ്കിൽ ട്രക്കിയയിലും ബാധിക്കാം. ട്രക്കിയ ആൻഡ് ബ്രോങ്കൈ ആണ് പ്രധാനം. പ്രിൻസിപ്പൽ ബ്രോങ്കൈ ആണ് എന്ന് പറയും. എംഫസീമ ബാധിക്കുന്നത് അസിനയാണ്. അസിനൈ ഓർ അസിനസ് ഓഫ് ദ ലങ്സ് ആണ്. അപ്പൊ എന്താണ് അസിനൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കിയ ഡിവൈഡ് ചെയ്ത് ബ്രോങ്കൈ ആവുന്നു, ദെൻ ബ്രോങ്കിയോൾസ് ആവുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് 23 തവണ ഏറ്റവും ചെറിയ ആൽവിയോള ആവുന്നുണ്ട്. അസിനൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ടെർമിനൽ ബ്രോങ്കിയോൾസ് ആണെങ്കിൽ, ടെർമിനൽ ബ്രോങ്കിയോൾസ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. സോ ഡിസ്റ്റൽ ടു ടെർമിനൽ ബ്രോങ്കിയോൾസ് ആണ്. പിന്നീട് ഡിവൈഡ് ചെയ്യുന്നത് എന്തായിരുന്നു? റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ് ആണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ് ആണ്. പിന്നീട് ആൽവിയോളാർ ഡക്ട് ആവുന്നുണ്ട്, നമുക്കറിയാം. ആൽവിയോളാർ ഡക്ട് വരും. ദെൻ ആൽവിയോളാർ ഡക്ട് ഡിവൈഡ് ചെയ്യുന്നത് ആൽവിയോളാർ സാക്ക് ആയിട്ടാണ്. ആൽവിയോളാർ സാക്ക്. സോ ഇവിടെയാണ് ഡിസ്റ്റൽ ടു ടെർമിനൽ ബ്രോങ്കിയോൾസ്, അല്ലെങ്കിൽ നമ്മൾ അസിനൈനെ ബാധിക്കുന്ന രോഗമാണ് എംഫസീമ. ബ്രോങ്കയെ ബാധിക്കുന്നതാണ് ബ്രോങ്കൈറ്റിസ്. ആൻഡ് ഈ രോഗങ്ങൾ മിക്കവാറും കാണുന്നത് അഡൽട്ടിലാണ്. ദീസ് രണ്ടും ഇൻ അഡൽട്ടിലാണ്. പതിയെ സ്ലോ ഓൺസെറ്റ് എങ്ങനെ തുടങ്ങി പിന്നീട് അഡൽട്ട് ലൈഫിലായിരിക്കും കാണുക. ആൻഡ് ക്രോണിക് ബ്രോങ്കൈറ്റിസ് മിഡിൽ ഏജ്ഡ് മാനിലാണ് ഏറ്റവും കൂടുതൽ കാണുക. 40 to 50 കാണുന്നെങ്കിൽ എംഫസീമ കുറച്ചുകൂടി മുതിർന്നവരിലാണ്. ഒരു 50 to 75 വയസ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണാം ഗ്രൂപ്പിലായി. ആൻഡ് എംഫസീമ നേരത്തെ എങ്ങാനും വന്നാൽ ഇൻ യങ്ങർ ഏജ് വരെയാണെങ്കിൽ അതിനൊരു എൻസൈം ഡെഫിഷ്യൻസി ആണ് കാരണം. അത് നമ്മൾ പറയാം. ആൻഡ് എറ്റിയോളജി നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രധാനപ്പെട്ട കാരണം ഈ സ്മോക്കിംഗ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സ്മോക്കിംഗ് ആണ് പ്രധാനപ്പെട്ട കാരണം. പുകവലിയാണ്. സ്മോക്കിംഗ് കോസസ് ബോത്ത് റെസ്പിറേറ്ററി ബ്രോങ്കൈറ്റിസ് ആൻഡ് ഓൾസോ എംഫസീമ. ആൻഡ് ഇതല്ലാതെ പുകവലി അല്ലാതെ മറ്റ് ഒക്കുപേഷണൽ റീസൺസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഫൈൻ ഡസ്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ സില്ലി
സിലിക്ക, ദെൻ കോൾ മൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന മൈനേഴ്സിന്. സോ ഇതെല്ലാം എക്സോജീനിയസ് റീസൺസ് ആണ്, അതർ എക്സോജീനിയസ് റീസൺസ്. ദെൻ പുവർ ലങ് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ വരാം, പുവർ ലങ് ഡെവലപ്മെന്റ് കൺജനിറ്റലോ അല്ലാതെ. ദെൻ സർട്ടൻ ജനറ്റിക് പോളിമോർഫിസംസ് ക്യാൻ കോസ്. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൽഫ-1 ആന്റി ട്രിപ്സിൻ ഡെഫിഷ്യൻസി ആണ്. ആൽഫ-1 ആന്റി ട്രിപ്സിൻ ഡെഫിഷ്യൻസി എംഫസീമയ്ക്ക് പ്രധാനപ്പെട്ട കാരണമാണ്. ദെൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ഡെഫിഷ്യൻസിയിൽ മൂലം വരാം. ദെൻ കാർട്ടിജിനർ സിൻഡ്രോം ഇങ്ങനെയൊക്കെ കേസിൽ. സോ ഇതെല്ലാം എൻഡോജീനസ് കേസാണ്, ഇത് എക്സോജീനസ്ലി ഉള്ള പ്രശ്നങ്ങളാണ്. ആൻഡ് ഈ രണ്ട് രോഗവും ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫസീമും പ്രത്യേകം രോഗമായിട്ടല്ല പലപ്പോഴും വരിക. സോ ഇത് രണ്ടും വ്യത്യസ്തമായ രോഗങ്ങളാണെങ്കിലും ഒരുമിച്ചായിരിക്കും മിക്കവാറും രോഗിയിൽ രണ്ടും ഉണ്ടാകും, ഇപ്പോഴും മിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ COPD അതിന്റെ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയാം. സോ അപ്പോൾ രണ്ടും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ അതിനെ കണ്ടുപിടിക്കലൊക്കെ. ഇനി ക്രോണിക് ബ്രോങ്കൈറ്റിസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ക്ലിനിക്കലി ആണ്, അസുഖം വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതോ എംഫസീമ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മോർഫോളജിക്കലാണ്, എവിടെ ഉണ്ടാകുന്നു, അസിനസിൽ തന്നെ എവിടെ ഉണ്ടാകുന്നു എന്ന് വെച്ചിട്ട്. സോ ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് പെർസിസ്റ്റന്റ്, തുടർച്ചയായ കഫ് ചുമയുണ്ട്, വിത്ത് എക്സ്പെക്ടറേഷൻ എന്ന് വെച്ചാൽ കഫമുണ്ട് ഓൺ മോസ്റ്റ് ഡേയ്സ് മിക്കവാറും ദിവസങ്ങളിൽ കഫമുണ്ട്. ഫോർ അറ്റ്ലീസ്റ്റ് 3 months in an year 12 മാസത്തിൽ 3 മാസത്തിലെങ്കിലും ഉണ്ടാകും. ഇതേപോലെ ഫോർ 2 consecutive years 2 വർഷം തുടർച്ചയായിട്ട് ഇതേപോലെ ഉണ്ടെങ്കിൽ മാത്രമല്ല. ആൻഡ് ദർ ഷുഡ് ബി നോ അതർ വിത്ത് നോ അതർ ഡെഫിനിറ്റ് കോസസ്, മറ്റ് കാരണങ്ങളൊന്നും ഉണ്ടാവാനും പാടില്ല. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിനെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് വിളിക്കുക. സോ തുടർച്ചയായിട്ട് ചുമയുണ്ട്, എക്സ്പെക്ടറേഷൻ ഓർ കഫുണ്ട്. ആൻഡ് സോ അപ്പോൾ ഇവിടെ പ്രശ്നം എക്സസീവ് കഫാണ്. എക്സസീവ് കഫ് ഉണ്ട് എന്നുള്ളതാണ്. കഫ് മീൻസ് പ്ലഗം ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്, എക്സസീവ് മ്യൂക്കസ് എന്ന് എഴുതണം, മ്യൂക്കസ് ഉണ്ട് എന്നുള്ളതാണ്. സോ വർഷം 3 മാസം ഉണ്ടാവണം, 2 വർഷം തുടർച്ചയായിട്ട് ഉണ്ടാകണം, മറ്റ് കാരണങ്ങളൊന്നും ഉണ്ടാവാനും പാടില്ല. സോ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ ഫോർ ക്രോണിക് ബ്രോങ്കൈറ്റിസ്. അപ്പോൾ എംഫസീമ നമ്മൾ പറഞ്ഞു മോർഫോളജിക്കലി ആണെന്ന് പറഞ്ഞു. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. ഇറിവേഴ്സിബിൾ എൻലാർജ്മെന്റ് ഉണ്ട്. എൻലാർജ്മെന്റ് ഓഫ് വാട്ട് ഓർ ഡയലേഷൻ. എൻലാർജ്മെന്റ് ഓഫ് ഡയലേഷൻ ഓഫ് എയർ സ്പേസസ് ആണ് ഡയലേറ്റ് ചെയ്യുന്നത്. എവിടെയുള്ളതാണ്? ഡിസ്റ്റൽ ടു ടെർമിനൽ ബ്രോങ്ക്യൂൾസ്. സോ ഡയലേഷൻ പറഞ്ഞു, ഡിസ്റ്റൽ ടു ടെർമിനൽ ബ്രോങ്ക്യൂൾസ് പറഞ്ഞു. അതിന്റെ കൂടെ അക്കമ്പനീഡ് ബൈ ഡിസ്ട്രക്ഷൻ ഉണ്ട്. ഡിസ്ട്രക്ഷൻ. സോ 3 Ds ആണ് നമ്മൾ പറയുന്നത്, 3 Ds. ഡിസ്ട്രക്ഷൻ ഓഫ് വാട്ട്? ഡിസ്ട്രക്ഷൻ ഓഫ് ടെർമിനൽ ബ്രോങ്ക്യൂൾ, വാൾസ് ഓഫ് ദ ടെർമിനൽ ബ്രോങ്ക്യൂൾസിന്റെ വാൾസ് ഒക്കെ നശിക്കുകയാണ്. സോ ഡയലേഷൻ, ഡിസ്റ്റൽ ടു ടെർമിനൽ വാൾസ് ആൻഡ് ഡിസ്ട്രക്ഷൻ. മിക്കവാറും ഇതിന്റെ കൂടെ സ്മോൾ എയർവേ ഫൈബ്രോസ് ഉണ്ടാകും, ബിക്കോസ് ഫൈബ്രോബ്ലാസ്റ്റ് ഒക്കെ ആക്ടിവേറ്റഡ് ആണ്. സോ 2 കേസിലും അത് ഉണ്ടാകാം. സോ ഇത് തന്നെയാണ് ഏകദേശം WHO ഡെഫിനേഷനും. സോ ഇവിടെ മോർഫോളജി വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ടെർമിനൽ ബ്രോങ്ക്യൂൾസ് കഴിഞ്ഞുള്ള ഭാഗങ്ങൾ, അവയുടെ ഭിത്തി നശിച്ച് എയർ സ്പേസസ് വലുതാകുന്നു, ഡയലേറ്റ് ആകുന്നതാണ് എംഫസീമയിലെ പ്രശ്നം. സോ രണ്ടിന്റെയും പാത്തോജനസിസ് സ്മോക്കിംഗ് ആണ് പ്രധാനപ്പെട്ട എറ്റിയോളജിക്കൽ ഫാക്ടർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ എക്സ്പോഷർ ടു നോക്ഷ്യസ് ഇറിറ്റേറ്റിംഗ് സ്മോക്സ് ക്രോണിക്കലി ഹെവി സ്മോക്കേഴ്സിൽ. അപ്പം നമുക്ക് ആദ്യം ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ കാര്യം പറയാം. ഇൻ ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ മ്യൂക്കോസ ഓഫ് ദ ബ്രോങ്കസ്. സോ ഇത് ബ്രോങ്കസ് ആണെങ്കിൽ ആൻഡ് ഇത് അതിൻ്റെ മ്യൂക്കോസ ആണെങ്കിൽ, മ്യൂക്കോസ ഈസ് ഇറിറ്റേറ്റഡ്. ഇവിടെ സ്മോക്ക് ആണ് എപ്പോഴും ഉള്ളത്, ദിസ് ഈസ് ഇറിറ്റേറ്റഡ് ആകും. സോ അവിടെ അൽവിയോളാർ മാക്രോഫേജസിൽ നിന്ന് ഇന്റർലൂക്കിൻ 8 പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആൻഡ് ദിസ് CD8+ T ലിംഫോസൈറ്റ്സ് പോലുള്ള ആക്ടിവേറ്റ് ചെയ്തിട്ട് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആൽഫ, TNF ആൽഫ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. സോ അപ്പോൾ സംഭവിക്കുന്നത് ഇവിടെയുള്ള ഗോബ്ലഡ് സെൽസ് ഇവിടെയുള്ളത് വികസിക്കുന്നു, ഹൈപ്പർ പ്ലേസിയ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സോ അതിൽ നിന്ന് കുറച്ച് മ്യൂക്കസ് ധാരാളമാണ്. ആൻഡ് അതിനേക്കാൾ കൂടുതൽ ഇവിടെയാണ് ഗ്ലാൻസ് ഓഫ് ദ സബ് മ്യൂക്കസ് ഏരിയ. ഇവിടെ സബ് മ്യൂക്കോസയിൽ ഉള്ള ഗ്ലാൻസ്, ഇവിടെ ഗ്ലാൻഡ് ഹൈപ്പർട്രോഫി ആൻഡ് ഹൈപ്പർപ്ലേസിയ ഉണ്ടാകുന്നു. ബിഗ് ഇൻ സൈസ് ആൻഡ് ബിഗ് ഇൻ നമ്പറും സൈസും കൂടുന്നു, അപ്പോൾ അത് ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നു, ഹൈപ്പർപ്ലേസിയ ഓഫ് ദ സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ്. സോ സബ് മ്യൂക്കോസൽ ഗ്ലാൻസിന്റെ ഹൈപ്പർപ്ലേസിയ ആൻഡ് ഹൈപ്പർട്രോഫിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സാധാരണ നോർമൽ അത് ഇത്ര ഉള്ളൂന്നായിരിക്കാം, ഇപ്പോൾ അതിന്റെ വണ്ണം ഇത്രയുമായി വിചാരിക്കുക, വലുതായി. സോ ഇൻക്രീസ് സ്പ്യൂട്ടം, ഇതുമൂലമാണ് സ്പ്യൂട്ടം ധാരാളമായിട്ടുണ്ടാകുന്നത്. ഇത് നീക്കം ചെയ്യാനായിട്ട്
ആയിട്ടാണ് ആള് തുടർച്ചയായിട്ട് ചുമക്കുന്നത് ടു സ്പെൻഡ് ദ സ്പ്യൂട്ടം ഔട്ട്. സോ ദർ ഈസ് കോപ്പിയസ്, ധാരാളമായിട്ടുള്ള കോപ്പിയസ് എക്സ്പെക്ടോറേഷൻ രോഗി നടത്തുന്നുണ്ട്. ഇനി വേറൊരു പ്രശ്നമുള്ളത് ഇവിടെ CFTR എന്ന് പറയുന്ന CFTR എന്താ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. CFTR അതിന്റെ ഡിസ്ഫങ്ഷൻ കൂടിയുണ്ട്. CFTR പ്രധാനമായിട്ടും റെഗുലേറ്റർ ഓഫ് ഈ എപ്പിത്തീലിയൽ സെൽസിലെ അയോൺസ് മൂവ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ആളാണ്. സോ അത് നശിക്കുന്നുണ്ട്. സോ CFTR ഡിസ്ഫങ്ഷൻ മൂലം അബ്നോർമൽ സെക്രീഷൻ ഇവിടെ ഉണ്ടാകുന്നു. സോ ഇവിടെ എല്ലാം സെക്രീഷനാണ്, സെക്രീഷൻസ് വന്ന് ഇവിടെ നിറയുകയാണ്. ആൻഡ് ഇതുമൂലം ലെസ് മ്യൂക്കോസിലറി ക്ലിയറൻസ് കുറഞ്ഞു, ആള് ചുമച്ച് പുറന്തള്ളേണ്ട അവസ്ഥ വരും. ഇനി ഇവിടെ മ്യൂക്കസ് ഗ്ലാൻസിന്റെ ഈ സെല്ലുകൾ മെറ്റാപ്ലാസിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ദാറ്റ് ക്യാൻ ലീഡ് ടു ക്യാൻസറിലേക്ക് നയിക്കാം എന്നുള്ളതാണ്. സോ വാട്ട് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ്? എക്സസീവ് മ്യൂക്കസ് ഉണ്ട് നമുക്കറിയാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് സ്പ്യൂട്ടം കൂടുതലാണ്. പെർസിസ്റ്റന്റ് കഫ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ പെർസിസ്റ്റന്റ് ആയിട്ട് ചുമച്ചുകൊണ്ടേയിരിക്കും. ദെൻ ശ്വാസതടസ്സം ഉണ്ടാകും, അല്ലെ? ശ്വാസതടസ്സം ഉണ്ടാകും. വായു പുറന്തള്ളൽ കുറയുന്നു. അപ്പോഴത്തേക്കും ലങ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കുമ്പോൾ ഹൈപ്പർ കാപ്നിയ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിട്ട് ഹൈപ്പർ കാപ്നിയ ഉണ്ടാകുന്നു. ആൻഡ് ശ്വാസതടസ്സമുള്ളപ്പോൾ ഡിസ്നി ഉണ്ടാകും, അല്ലെ? ഡിസ്നി ഉണ്ട്. ശരിയായിട്ട് ഓക്സിജൻ എത്തില്ലെങ്കിൽ ഹൈപ്പോക്സീമിയ എന്ന് പറയുന്ന കണ്ടീഷൻസിലേക്കാണ് പോയത്. സോ ഹൈപ്പോക്സീമിയ വരുമ്പോഴത്തേക്കും ലങ് ഫംഗ്ഷൻ കുറയുമ്പോൾ ഫങ്ഷണൽ ഡിക്രീസ് വരുമ്പോൾ എക്സസീവ് മ്യൂക്കസ് മൂലം ഹൈപ്പോക്സിയ ഉണ്ടാകുമ്പോൾ സോ പൾമോണറി വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഇൻക്രീസ്ഡ് BP എന്ന് പറയുന്നത് പൾമോണറി ഹൈപ്പർ ടെൻഷനിലേക്കാണ് നയിക്കുക. സോ അറ്റ് ലാസ്റ്റ് ദീസ് ഓൾ ലീഡ് ടു പൾമോണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇത് ഹൃദയമാണെങ്കിൽ ഇതാണ് ലങ്സ്, ഇവിടെ നിന്നാണ് ലങ്സിലേക്ക് പോകേണ്ടത്, അല്ലേ? ലങ്സിൽ പ്രശ്നമാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ബ്ലഡ് പോകില്ല. ഇപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിന് പ്രശ്നമുണ്ടാകും. സോ ദിസ് ക്യാൻ കോസ് റൈറ്റ് ഹേർട്ട് വെൻട്രിക്കുലാർ ഫെയിലിയർ ഉണ്ടാകാം. റൈറ്റ് സൈഡഡ് ഹേർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നു. ഹൃദയം തള്ളാനായിട്ട് കൂടുതൽ ശക്തി പ്രയോഗിക്കുമ്പോൾ കാർഡിയോമെഗാലി, ഹൃദയം വലുതാകുന്നു. കാർഡിയക് ഹൈപ്പർട്രോഫി ഉണ്ടാകാം. ആൻഡ് ദിസ് ഓൾ എൻലാർജ്ഡ് ഹാർട്ട് ഓൾ ലീഡ്സ് ടു കോർ പൾമോണൈൽ എന്ന് പറയുന്ന കണ്ടീഷൻസിലേക്കാണ് പോവുക. സോ പ്രശ്നം ലങ്സിനാണെങ്കിലും ഇപ്പോൾ ഹൃദയത്തിനെയും അത് ബാധിച്ചു എന്നുള്ളതാണ്. സോ ഈ രോഗികളെ നമ്മൾ വിളിക്കുക ബ്ലൂ ബ്ലോട്ടേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ബിക്കോസ് ദർ ഈസ് സയനോസിസ് ഉണ്ട്. ശരീരത്തിൽ കൃത്യമായിട്ട് രക്തമൊന്നും എത്താത്തതുകൊണ്ട് സയനോസിസ് ഉണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റീഡ് ഇൻഡെക്സ് ആണ്. റീഡ് ഇൻഡെക്സിന് ക്ലിനിക്കലി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. റീഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ബിറ്റ്വീൻ ഈ സബ് മ്യൂക്കോസൽ ഏരിയ, ഇതാണ് നേരത്തെ ഉള്ളത്, ഇപ്പം ഇത് വലുതായിട്ടിരിക്കുകയാണ്. ആൻഡ് ടോട്ടൽ ഈ വാളിൻ്റെ തിക്നെസ്സും ഇതും തമ്മിലുള്ള റേഷ്യോ ആണ്. സാധാരണ രീതിയിൽ അത് 0.4 ആണ്. ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ അത് കൂടും, റേഷ്യോ വിൽ ബി ഇൻക്രീസ്. കാരണം ഈ ഏരിയ വളരെ വലുതായി. നേരത്തെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നോർമൽ, ഇപ്പം ഇത് വലുതായി. മൊത്തം തിക്നെസ് അത്രയും തന്നെയാണ്. സോ ഇൻക്രീസ്ഡ് ഇൻ റീഡ് ഇൻഡെക്സ് ഇത് നമുക്ക് കാണുന്നത് ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ. ഇനി ഇൻ കേസ് ഓഫ് എംഫസീമയിൽ പുകവലി മൂലം മറ്റ് ചില മാറ്റങ്ങൾ കൂടി നമുക്ക് കാണാം. സോ ഈ സെല്ലുകളിൽ കുറച്ച് മാറ്റങ്ങൾ. സാധാരണ ഇൻഫ്ലമേറ്ററി ന്യൂട്രോഫിൽ സെൽസ് റിലീസ് ചെയ്യുന്നതാണ് ഇലാസ്റ്റേസ് എന്ന് പറയുന്ന പ്രോട്ടിയേസ് ആണ്. പ്രോട്ടിയേസസ് ഉണ്ടാക്കും. ആൻഡ് ഇത് നശിപ്പിക്കുന്നത് ഇലാസ്റ്റിൻ എന്ന് പറയുന്ന സംഭവത്തെയാണ്. ഇലാസ്റ്റിൻ ഇസ് എ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ. മ്യൂക്കോസെൽ അല്ലെങ്കിൽ നമുക്ക് അവിടെ ആൽവിയോളാർ സെൽസിന്റെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ആളാണ് ഇലാസ്റ്റിൻ. സോ ഇതിനെ നശിപ്പിക്കുന്നതാണ് ഇലാസ്റ്റേസ്. സോ പുകവലി മൂലം കൂടുതൽ ന്യൂട്രോഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇലാസ്റ്റേസ് കൂടുതലാകുമ്പോൾ ഇലാസ്റ്റിൻ നശിക്കും. ഇനി ഈ ഇലാസ്റ്റിന്റെ മറ്റൊരു റെഗുലേറ്റർ എന്ന് പറയുന്നത് ആൽഫ-1 ആന്റിട്രിപ്സിൻ ആണ്. ആൽഫ-1 ആന്റിട്രിപ്സിൻ എന്ന് പറയുന്നത് ലിവറിലും മറ്റു പല സംഭവങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അത് ദിസ് ക്യാൻ ഇൻഹിബിറ്റ് ഇലാസ്റ്റേസ്. അപ്പോൾ ഇതിന്റെ കുറവ് വന്നാലോ, ഇഫ് ദർ ഇസ് എ ഡെഫിഷ്യൻസി ഓഫ് ആൽഫ-1 ആന്റിട്രിപ്സിൻ, അപ്പോൾ ഇത് കൺജനിറ്റലായിട്ടോ അല്ലാതെയോ കുറവ് വന്നു കഴിഞ്ഞാൽ ഇലാസ്റ്റേസിന്റെ ആക്ടിവിറ്റി കൂടുതലായിട്ടാണ്. സോ ഇൻക്രീസ്ഡ് ഇലാസ്റ്റേസ് ആക്ടിവിറ്റി ആൻഡ് ഇലാസ്റ്റിൻ വിൽ ബി ഡീഗ്രേഡഡ്. ഇലാസ്റ്റിൻ നശിച്ചു പോയിക്കൊണ്ടേയിരിക്കും. സോ ആൽഫ-1 ആന്റിട്രിപ്സിൻ ഡെഫിഷ്യൻസിയും അതിന്റെ കൂടെ എംഫസീമയിൽ ന്യൂട്രോഫിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഇലാസ്റ്റേസ് ഉണ്ടാക്കിയാലും രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇലാസ്റ്റിൻ കുറയുകയും അവിടുത്തെ സെല്ലുകൾ ഡീഗ്രഡേഷൻ ഓഫ് ഇലാസ്റ്റിൻ നടത്തി ആൽവിയോളാർ ഭാഗം നശിക്കുകയും ചെയ്യും. സോ ആൽവിയോളാർ ഭാഗം നശിച്ചിട്ട് ഡയലേറ്റ് ചെയ്യുന്നതാണ് എംഫസീമ എന്ന് നമ്മൾ പറഞ്ഞത്. സോ ഇങ്ങനെ എംഫസീമ ഉണ്ടാകുന്നത് അനാറ്റമിക്കലി നമുക്ക് 4 ആക്കാം. ഒന്ന് സെൻട്രി അസിനാർ ആണ്. ദെൻ പാൻ അസിനാർ ഉണ്ട്, ദെൻ പാരാസെപ്റ്റൽ ഉണ്ട്, ദെൻ ഓൾസോ ഇറഗുലർ. സോ ഇങ്ങനെ 4 തരം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, എംഫസീമയാണ് ഉണ്ടാവുക. സെൻട്രി അസിനാർ എന്ന് വെച്ചാൽ അത് പ്രശ്നം ഉണ്ടാക്കുന്നത് റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസിലാണ്. ഇത് റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ് ആണ്.
ഇത് നമ്മൾ പറഞ്ഞു ടെർമിനൽ ബ്രോങ്ക്യൂൾസ് കഴിഞ്ഞിട്ടുള്ളതാണ് റെസ്പിറേറ്ററി. ഇത് റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസിൽ ഇവിടെ ഡയലറ്റേഷൻ നശിച്ചിട്ട് ഡയലറ്റേഷൻ ഉണ്ടാകുന്നതാണ് സെൻട്രി അസിനാർ എന്ന് പറയുന്നത്. സോ ഇതാണ് മോസ്റ്റ് കോമൺ ഹെവി സ്മോക്കേഴ്സിൽ ഉണ്ടാകുന്നത്. ആൻഡ് മിക്കവാറും അപ്പർ ലോബ്സ് ഓഫ് ലങ്സിലാണ് ഇത് കൂടുതലുള്ളത്. ഇനി പാൻ അസിനാർ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ഭാഗത്ത് ഉണ്ടാകുന്നതാണ്. സോ റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ആൽവിയോളാർ ഡക്ട്, ഇത് ആൽവിയോളാർ ഡക്ട് ആണെങ്കിൽ പിന്നെയുള്ളത് ഈ 3 ഭാഗത്തും ഇഫ് ഇറ്റ് ഒക്കേഴ്സ് ഞാൻ വീണ്ടും വരയ്ക്കാം. ആൽവിയോളാർ ഡക്ട്സ് വരയ്ക്കാം. ആൽവിയോളാർ സാക്സ് ആണ് അവസാനത്തത്. ഇത് സാക്സ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് സാക്സ് ഓഫ് ആൽവിയോളാർ. ആൻഡ് ഈ 3 ഭാഗത്തും ഇങ്ങനെ എല്ലാ ഭാഗത്തും ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് പാൻ എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും എൻറ്റയർ അസിനസ് എന്നാണ് നമ്മൾ പറയാം. സോ ഇത് α1 ആൻറ്റിട്രിപ്സിൻ. സോ പാൻ അസിനാർ α1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസിയിൽ ഉണ്ടാകാം. എക്സസീവ് സ്മോക്കിങ്ങിൽ ഇത് ഉണ്ടാകാം. ആൻഡ് ഇത് കൂടുതലായിട്ടുണ്ടാകുന്നത് ലോവർ സോൺസിലും ആൻറ്റീരിയർ റീജിയനിലുമാണ്. ഏറ്റവും കൂടുതൽ ബേസ് ഓഫ് ലങ്സിലാണ് ഏറ്റവും സിവിയർ ആയിട്ട് ദിസ് പാൻ അസിനാർ കാണും. പിന്നെയുള്ളത് പാരാസെപ്റ്റിലാണ്, സെപ്റ്റയിൽ ഉണ്ടാക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ സെപ്റ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെപ്റ്റയാണ്, ഇതൊരു സെപ്റ്റയാണ്. ഇവിടെ ഈ സെപ്റ്റ അങ്ങോട്ട് നശിക്കുകയാണ്. സെപ്റ്റ അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ ഇത് ഒറ്റ ഒരു സംഭവമായിട്ട് മാറും. സോ ഇതാണ് പാരാസെപ്റ്റൽ എന്ന് പറയുന്നത്. അപ്പർ ലങ്ങിലാണ് കൂടുതൽ. α1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസിയാണ് പാരാസെപ്റ്റൽ ഉണ്ടാക്കുക. ഇറഗുലർ എന്ന് വെച്ചാൽ ഇവിടെയും കാണാം, ചിലപ്പോൾ ഇവിടെയും കാണാം. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ് ഇറഗുലർ ടൈപ്പ് ഓഫ് ലാർബിൻ. സോ 4 തരം: സെൻട്രി അസിനാർ, പാൻ അസിനാർ, പാരാസെപ്റ്റൽ ആൻഡ് ഇറഗുലർ. സോ ഇവിടെ എയർവേസ് ആർ ഡയലേറ്റഡ്. ഇത് എയർവേസ്, നേരത്തെ എയർവേ ഇങ്ങനെയാണ് ഇരുന്നെങ്കിൽ ഇപ്പോൾ ഈ എയർവേ ഇങ്ങനെ ആയിട്ടാണ് ഇരിക്കുക. അല്ലെങ്കിൽ ബ്രോങ്ക്യൂൾസിന്റെ ഭാഗം ഇതൊക്കെ ഇങ്ങനെയായിട്ടായിരിക്കും. ഒറ്റൊരു സാക്കാണ്, വലിയ സാക്ക്. ഇലാസ്റ്റിൻ ഇല്ല, ലാർജ് ലങ്സ്. സോ ലങ്സ് ആർ നൗ ലാർജ് ലങ്സ് ആണ് ഉള്ളത്. സോ ലങ്സിന്റെ ആ ഷേപ്പൊക്കെ മാറി. ഓക്കെ, സോ ലങ്സ് ഷേപ്പൊക്കെ മാറുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഡോം ഷേപ്പ് ട്രക്കിയൊക്കെ ഇപ്പം നേരെയാകും അല്ലേ, ബിക്കോസ് ലങ്സ് താഴത്തേക്കൊക്കെ വരും. ഓക്കെ, സോ ഇലാസ്റ്റിക് റീകോയിൽ, ഇലാസ്റ്റിക് നഷ്ടമുണ്ട്. ഈ ലങ്സിന്റെ ഇലാസ്റ്റിക് റീകോയിൽ നഷ്ടപ്പെട്ടു പോയി. ഇലാസ്റ്റിക് റീകോയിൽ നഷ്ടപ്പെടുമ്പോൾ ഡയലേറ്റ് ചെയ്തിട്ട് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വരുന്നത് ഇലാസ്റ്റിനൊക്കെ ഉള്ളതുകൊണ്ടാണ്. സോ കൊളാപ്സ് ഓഫ് റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾ. സോ ഫങ്ഷണൽ എയർ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഡയഫ്രം ബിക്കം സ്ട്രൈറ്റ്, ഫങ്ഷണൽ ഒബ്സ്ട്രക്ഷൻ ആയി, ലാർജ് ലങ്സ് ആയി, ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് കാണും. ദെൻ കഫ് വിത്ത് ഓർ വിത്തൗട്ട് സ്പ്യൂട്ടം. ഇവിടെ സ്പ്യൂട്ടത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ബ്രോങ്കൈറ്റിസിൽ സ്പ്യൂട്ടമായിരുന്നു കൂടുതൽ. ഇവിടെ കഫ് ഉണ്ട്, പക്ഷേ വിത്തൗട്ട് സ്പ്യൂട്ടം ആയിരിക്കാം. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ട്. ആൻഡ് ബ്രെത്ത് ഈസ് ബൈ പേഴ്സ്ഡ് ലിപ്സ് എന്നാണ് പറയാം. പേഴ്സ്ഡ് ലിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗി അങ്ങോട്ട് ഊതുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് ഊതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ വായിലൂടെ രോഗിക്ക് ഊതി കളയേണ്ടി വരികയാണ്. സോ അപ്പോൾ അതിന് കൂടുതൽ എനർജി വേണം. മൊത്തത്തിൽ ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. സോ എനർജി ഈസ് മോർ സ്പെൻഡ് ടുവേർഡ്സ് ദിസ്. ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കാനായിട്ട് ഒരുപാട് എനർജി ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആൾ ക്ഷീണിക്കും. ക്ഷീണിക്കുന്നതിനെ നമ്മൾ കാറ്റക്സിയ എന്നാണ് വിളിക്കുക. സോ പൾമോണറി കാറ്റക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ക്ഷീണിക്കുന്നത് ബിക്കോസ് ഓഫ് പൾമോണറി എംഫസീമ മൂലമാണ്. ആൻഡ് ഇവിടെ ആൾ സയനോട്ടിക് അല്ല, പക്ഷെ ഇവിടെ ആൾക്കാരെ നമ്മൾ വിളിക്കുക പിങ്ക് പഫേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഇത്രയും നേരം നമ്മൾ ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫസീമയും രണ്ടായിട്ട് പറഞ്ഞു പോയി. പിന്നെ നമുക്ക് COPD എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കലിൽ വരുമ്പോൾ 2 രോഗികളിൽ കാണും, 2 അസുഖവും കാണും. സോ അപ്പോൾ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഗോൾഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ഗോൾഡ് മീൻസ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഫോർ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ക്ലാസിഫിക്കേഷൻ ആണ്. സ്പൈറോമീറ്റർ വെച്ചിട്ട്, സ്പൈറോമെട്രിക് പ്രൊസീജിയർ വെച്ചിട്ട് നമ്മൾ പേഷ്യൻസിനോട് പുറത്തേക്ക് ശക്തിയായിട്ട് ഫോഴ്സ്ഫുള്ളി ഊതാനായിട്ട് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി വോളിയം ഇൻ 1 സെക്കൻഡാണ് നമ്മൾ നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ലോ. അവരിൽ ഇത് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് ക്ലാസ് 1 ആണ്. ക്ലാസ് 1 മീൻസ് മൈൽഡ് ആയിട്ടുള്ളതാണ്. മൈൽഡ് ഇതൊരു 80% വരെയൊക്കെ താഴ്ന്നിട്ടുള്ളൂ മൊത്തം. ഇപ്പോൾ 100 ആണെങ്കിൽ 80 സ്കോർ കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ നോർമലായിട്ട് കണക്കാക്കും, കുഴപ്പമില്ല. ക്ലാസ് 2 എന്ന് പറയുന്നത് നമ്മളുടെ മോഡറേറ്റ് ആണ്. മോഡറേറ്റ് കണ്ടീഷനിൽ 80-ൽ നിന്ന് 30 കുറഞ്ഞു കഴിഞ്ഞാൽ 50 കുറയുന്നതാണ്. 50% ഒക്കെ ആണെങ്കിൽ അത് മോഡറേറ്റ് ആണ്. അത്രയും വരെ FEV1S കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോഡറേറ്റ് ആണ്. ക്ലാസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിവിയർ ആണ്. സിവിയർ മീൻസ് ഇതിൽ നിന്ന് വീണ്ടും 30 കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറും 30% മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. സോ അത് ഡേഞ്ചറസ് ആണ്. ആൻഡ് ക്ലാസ് 4 എന്ന് പറയുന്നത് വെരി സിവിയർ ആണ്. വെരി സിവിയർ മീൻസ് FEV1S ഈസ് ലെസ് ദാൻ 30% ഓഫ് നോർമൽ. 30%-ലും താഴെയാണ് FEV1S നോർമലിനേക്കാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെരി സിവിയർ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ സ്കോർ ചെയ്യുന്നത് ചില ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ്. കാറ്റ് എന്നാണ് നമ്മൾ ഇതിന് വിളിക്കുക. കമ്പൈൻഡ് അസസ്മെന്റ് ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എക്സാസർബേഷൻസ്, ഒരു വർഷം എത്ര എക്സാസർബേഷൻസ് ഉണ്ടായി, പേഷ്യന്റിനോട് ചോദിക്കുകയാണ്, ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടാണ്. സിംറ്റംസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കും. ദെൻ പിന്നെയുള്ളത് MRC ഡിസ്നിയ നമ്മൾ നോക്കും. MRC ഡിസ്നിയ നമ്മൾ അതിന് അളവ് കൊടുക്കാമെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് എക്സസൈസ് ചെയ്യുമ്പോൾ ആൾക്ക്
ഡിസ്നി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് 0 പോയിന്റ് ആയിരിക്കും കൊടുക്കുക. കാരണം അത് എക്സസൈസ് ചെയ്യുമ്പോൾ എന്തായാലും ഡിസ്നി വരും. പക്ഷേ സാധാരണ വീട്ടിലെ നോർമൽ ഡ്രസ്സ് ചെയ്യുന്നു, ഷർട്ട് ഇടുന്നു, അപ്പോഴൊക്കെ ഡിസ്നി വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ 4 പോയിന്റ്സ് ആയിരിക്കും കൊടുക്കുക. സോ ഇങ്ങനെയുള്ളതാണ് MRC ഡിസ്നിയ സ്കോർ. സോ ഇങ്ങനെ ഒരു കമ്പൈൻഡ് അസസ്മെന്റ് ടൂൾസും കൂടി വെച്ചിട്ടാണ് നമ്മളിത് പേഷ്യൻസിനെ നമ്മൾ അസസ് ചെയ്യുക. സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ പ്രസന്റേഷൻ ഓഫ് ദ പേഷ്യന്റ്. നമ്മൾ പറഞ്ഞാൽ പേഷ്യന്റ് എങ്ങനെയായിരിക്കും? പേഷ്യന്റ് ഹാസ് ക്രോണിക് കഫ്, അല്ലെ, തുടർച്ചയായി ചുമ ഉണ്ടായിരിക്കും. വിത്ത് എക്സ്പെക്ടറേഷൻ ഉണ്ടായിരിക്കും. ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ വളരെയധികം കൂടുതലായിരിക്കും, മറ്റിലാണെങ്കിൽ അത്രയധികം ഉണ്ടാവണമെന്നില്ല. മൗത്ത് ഫുൾ ഓഫ് സ്പ്യൂട്ടം ആയിരിക്കും. ദെൻ ദർ ഇസ് ഡിസ്നിയ ഉണ്ടായിരിക്കും. ഡിസ്നിയ സ്പെല്ലിംഗ് നോക്കണ്ട. ദെൻ ടാക്കിപ്നിയ ആൻഡ് ഡിസ്നിയ ഉണ്ടായിരിക്കും. ദെൻ ഓൾസോ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടായിരിക്കും. സോ തുടക്കത്തിൽ എക്സേഷൻ്റെ സമയത്ത് മാത്രമായിരിക്കും ഡിസ്നിയൊക്കെ ഉണ്ടാകുക. പക്ഷേ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്നിയൊക്കെ ഉണ്ടാകും. ദെൻ പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ്. വായിലൂടെ ഇങ്ങനെ അവർ ശക്തിയായിട്ട് ഊതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൽവിയോളെ ഓപ്പൺ ആയിട്ടിരിക്കാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ട് അവർക്ക്. ദെൻ എക്സ്പിറേഷൻ ഈസ് പ്രൊലോങ്ഡ്. ദീർഘനേരം കൊണ്ടായിരിക്കും അവർ എക്സ്പിറേഷൻ ചെയ്യുക. ദെൻ പേഷ്യൻ്റ് ഇരിക്കുന്ന ഒരു പൊസിഷനെ നമ്മൾ ട്രൈപോഡ് പൊസിഷൻ എന്നാണ് വിളിക്കുക. പേഷ്യൻ്റ് ഇരിക്കുന്ന ഇപ്പോൾ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ കൈ രണ്ടും അവരുടെ തൊടയിൽ മുന്നോട്ട് വെച്ചിട്ട് പുറകിൽ പില്ലോ ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടൊന്ന് ഇരിക്കുന്ന പൊസിഷനാണ്. ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട് അവർക്ക് ഇതാണ് ബെസ്റ്റ് പൊസിഷൻ. സോ ദാറ്റ് ഈസ് ട്രൈപോഡ് പൊസിഷൻ. അപ്പോൾ ഡയഗ്നോസിസ് ഓഫ് COPD നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പൈറോമെട്രി ആണ്. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇൻഹേൽ ഫോഴ്സ്ഫുള്ളി, ദെൻ ആസ്ക് ടു എക്സേൽ എയർ ഔട്ട് ഫോഴ്സ്ഫുള്ളി. ശ്വാസം പുറത്തേക്ക് ശക്തിയായിട്ട് ഊതാൻ പറയുമ്പോൾ നമ്മൾ FE1S നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടു ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി, ഇതിൻ്റെ റേഷ്യോയും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. സോ ലെസ് ദാൻ 70% ആയിരിക്കും ഇവർ. FE1S കുറയുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ നമുക്ക് അവരുടെ ആൽവിയോളൈ ഈസ് നോർമൽ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇൻ എംഫസീമ ആൽവിയോളൈ നശിച്ചിട്ടുണ്ട്, ആൽവിയോളൈ ഡിസ്റ്റ്. സോ ഇതപ്പോൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? തിരിച്ചറിയേണ്ട ഒരു ഡിഫറൻഷ്യൽ ടെസ്റ്റ് നമ്മൾ ചെയ്യണം. അതാണ് DLCO ടെസ്റ്റ് എന്ന് പറയാം. നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുക. കുറച്ച് കാർബൺ മോണോക്സൈഡ് കുറച്ച് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആൽവിയോളൈ ഡിസ്ട്രോയിഡ് ആണെങ്കിൽ ബ്ലഡിനകത്തേക്ക് എത്തില്ല. ഇഫ് ആൽവിയോളൈ ഇസ് നോട്ട് ഡിസ്ട്രോയിഡ് ബ്ലഡിനകത്ത് അത് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാകും അത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആണ്. ആൽവിയോളൈ ഡിസ്ട്രോയിഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എംഫസീമയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഈ ഓക്സിജൻ സാച്ചുറേഷൻ ഇസ് ബിലോ 92% ആണെങ്കിൽ മാത്രം നമുക്ക് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസസ് ABG ഒക്കെ ചെയ്ത് നോക്കാം. ദെൻ ചെസ്റ്റ് എക്സ്റേ നമുക്ക് ചെയ്യണം. ദെൻ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ലങ്സ് നമുക്ക് കാണാം. ലങ്സ് ഭയങ്കര വലുതായിട്ടിരിക്കുന്നത് കാണാം. ആൻഡ് അതിനെ നമ്മൾ ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് എന്നാണ് വിളിക്കുക. ബാരൽ ഷേപ്ഡ് ചെസ്റ്റ്. ഇതിനിടയിൽ ഹേർട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹേർട്ട് ഇങ്ങനെ ട്യൂബുലാർ ലൈക്ക് ഹേർട്ട് പോലെ, അപ്പോൾ ട്യൂബുലാർ ഹേർട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ദെൻ പിന്നെ ചെയ്യേണ്ടത് alpha-1 ആൻറ്റി ട്രിപ്സിൻ ഡെഫിഷ്യൻസി ഉണ്ടോ, ആ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം. ചെറുപ്പക്കാരിലാണെങ്കിൽ അത് വേഗം നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും. ദെൻ ലിവർ ബയോപ്സി ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. ദെൻ CBC മീൻസ് എന്തിനായിരിക്കും ചെയ്യുക? CBC നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഹിമാറ്റോക്രിറ്റ് നമുക്കറിയാം. ഹിമാറ്റോക്രിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബിക്കോസ് ലോങ് സ്റ്റാൻഡിങ് ഓക്സിജൻ ഡെഫിഷ്യൻസി, ഓക്സിജൻ കുറവാണ്. ഓക്സിജൻ കുറയുമ്പോഴത്തേക്കും എറിത്രോപോയിറ്റിൻ ആക്ടിവേറ്റഡ് ആവും. എറിത്രോപോയിറ്റിൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ RBC ഒക്കെ കൂടുതലാവും. സോ ദിസ് വിൽ ബി ഹിമാറ്റോക്രിറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. അതിങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് COPD. സോ നമ്മൾ പറഞ്ഞത് ക്രോണിക് ബ്രോങ്കൈറ്റിസിനെ കുറിച്ച് പറഞ്ഞു, ദെൻ എംഫസീമയെ കുറിച്ച് പറഞ്ഞു, ദെൻ രണ്ടും കൂടി ചേർന്ന് ഉള്ള ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആൻഡ് ലക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.